നമസ്കാരം. നമ്മുടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന നിരന്തരമായ വാർത്തയാണ് നമ്മളുടെ സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ ഇവരൊക്കെ തന്നെയും ഭർതൃവീടുകളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു എന്നുള്ള വാർത്ത. ഈ കഴിഞ്ഞ ദിവസം വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡോക്ടറായ ഒരു പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ പിന്നിലും പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, ഇനിയുള്ള തലമുറകളെങ്കിലും ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ തെക്കൻ ഭാഗങ്ങളിലാണ്, തെക്കൻ ജില്ലകളിലാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോടൊരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. വളരെയധികം ഏജ് ഓവറായി നിൽക്കുന്ന ഒരു പയ്യൻ, അദ്ദേഹം ഒരു കല്യാണ ആലോചനയുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ വടക്കുള്ള ഒരു ജില്ലയിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു, പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം സംസാരിച്ചു. ഇനി വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റിലേക്കൊക്കെ അടുത്തു വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉടനെ ഇവിടെ നിന്നുള്ള കുറച്ച് കാരണവന്മാരുടെ അടുത്ത ചോദ്യം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടായിരുന്നു. നിങ്ങൾ പെൺകുട്ടിക്ക് എന്തൊക്കെ കൊടുക്കും എന്നായിരുന്നു ആ ചോദ്യം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, എന്തായാലും നിങ്ങൾ ഇത്ര ദൂരം വന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയൊക്കെ സംസാരിച്ച് പരിചയമായ സ്ഥിതിക്ക് നമുക്ക് ആഹാരം കഴിച്ചിട്ട് പിരിയാം എന്ന്. ഇതാണ് ശരിക്കും വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. നമുക്കറിയാം നമ്മുടെ ഉത്തര കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്. ആവശ്യത്തിലധികം പണം സ്ത്രീധനമായി നൽകി. ഈ സ്ത്രീധനമായി നൽകിയതിൻ്റെ പുറത്ത് അവൻ വീണ്ടും വീണ്ടും ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടുപോവാ, സ്വർണം വാങ്ങിക്കൊണ്ടുപോവാ, എനിക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ആ കുട്ടീനെ ഒരു പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഇതാണ് നമ്മൾ കണ്ട കാഴ്ച. ഇങ്ങനെ എത്ര പെൺകുട്ടികളാണ് നമ്മളുടെ വീടുകൾക്കുള്ളിൽ കൊല ചെയ്യപ്പെടുന്നത്, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10-21 വയസ്സ് വരെ നമ്മളൊരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരികയാണ്. നമ്മളുടെ ആയുസ് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി അല്ലെ ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണ്. അത് ഓരോ അച്ഛൻ്റെയും അധ്വാനം, അദ്ദേഹം ഒരു പക്ഷേ കഴിച്ചില്ലെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരുന്നു. അവരിഷ്ടപ്പെട്ട രീതിയിൽ പഠിപ്പിക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് ശരിക്കും ഒരുപാട് പണം മുടക്കുന്നു. പണത്തിൻ്റെ കണക്ക് ഞാൻ പറയുകയല്ല, ഒരുപാട് പണം മുടക്കി നമ്മുടെ ആയുസ് മുഴുവൻ സംഭരിച്ചിട്ടാണ് നമ്മളൊരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ വേറൊരുക്കെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ആ കുട്ടിക്ക് നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കും എന്നുള്ള ചോദ്യം വരുന്നത്. ഇത്രയും കാലം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹം കൊടുത്തും നമ്മളുടെ ആയുസ് കൊടുത്തും നമ്മുടെ ജീവൻ കൊടുത്തുമാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ആർഭാടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം കണ്ടുവരുന്നത്. നമുക്കറിയാം, വെഡ്ഡിംഗ് ഷൂട്ട് മുതൽ തന്നെ തുടങ്ങുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, വിപണന തന്ത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ ഞാൻ തള്ളിക്കളയുന്നില്ല. വിവാഹം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തെ അല്ലെങ്കിൽ അവരുടെ ഉപജീവനമാക്കി മാറ്റിയവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്കൊരു പക്ഷേ ആ രീതിയിൽ നടക്കുന്നുകൊണ്ടാണ് ഗുണം കിട്ടുന്നത്. അതായത് നമ്മുടെ വീഡിയോഗ്രാഫർമാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, പന്തലൊരുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ, ഈ പറയുന്ന സ്വർണ്ണക്കടക്കാരുണ്ട്, വസ്ത്രവ്യാപാരികളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവനോപാധി കൂടിയാണ് ഈ തരത്തിൽ ആർഭാടമായി നടക്കുന്ന വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ. 100-101 പവനും അല്ലെങ്കിൽ 200 പവനും ഒക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്വർണ്ണ വ്യാപാരി അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതൊക്കെ കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊന്ന് ആലോചിക്കുക, ഇവിടെ നമ്മളൊരു വിവാഹം ഇത്രയും ആർഭാടമാക്കി നടത്തുമ്പോൾ നമ്മുടെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ. അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും, അവരെ വിവാഹം കഴിക്കാൻ ആളുകൾ തയ്യാറാണെങ്കിൽ പോലും, എന്തിനേറെ ഒരു ചെറിയ ചടങ്ങ് വിളിച്ച് 10 പേർക്കൊരു സദ്യ കൊടുക്കാൻ പോലും കഴിവില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമായി. അവരെയൊക്കെ സഹായിച്ചുകൂടെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയുടെ കൂടെ കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ല കാര്യമല്ലേ? ആ കുട്ടിക്ക് കൂടി ഒരു ജീവിതം ലഭിക്കുകയല്ലേ എന്ന് ചിന്തിക്കുന്ന എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ചിന്തിക്കുന്നവരുണ്ടാകാം, ഒരു 10% താഴെ മാത്രമായിരിക്കും അവരെല്ലാം. നമ്മുടെ നാട്ടിൽ ഇത് ഇനിയും നടത്തപ്പെടാതെ പോകുന്ന ഒരു ഇതുണ്ട്, സ്ത്രീധന നിരോധന നിയമം എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. ഈ നിയമം ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നിയമം എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? അതിന് നമ്മൾ തന്നെയല്ലേ കാരണക്കാർ. നമ്മളിലേക്ക് ചിന്തിക്കുക, നമ്മളെ തന്നെ വിമർശിക്കുക.
എന്നിട്ട് ഇനിയും വരാൻ പോകുന്ന തലമുറയിലെ ഓരോ ആൺകുട്ടികളും പറയും, എനിക്ക് സ്ത്രീധനം വേണ്ട, എനിക്കൊരു പെൺകുട്ടി മാത്രം മതി, എനിക്കൊപ്പം ജീവിക്കാൻ, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ, ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. ആ രീതിയിൽ നമ്മൾ ഇനിയും വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ രക്ഷിതാവും ഇനി പറഞ്ഞു പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്, ഒരു വിവാഹാഘോഷം നടക്കുന്നു. വിവാഹം എന്ന് പറയുന്നതിലല്ല, വിവാഹ ആഘോഷം എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഒരു രീതി എന്ന് എനിക്ക് തോന്നുന്നു. നിറയെ ദീപാലങ്കാരങ്ങൾ, മുന്നിൽ ആ വരൻ്റെയും വധുവിൻ്റെയും വലിയ ഫോട്ടോ ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദീപാലങ്കാരങ്ങളും അതേ തുടർന്ന് അങ്ങ് എത്തുന്ന വലിയൊരു കല്യാണ പന്തലും അതിൽ നിറയെ വിഭവങ്ങളും ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കല്യാണ വീട്. ഒന്നാലോചിച്ച് എത്ര ലക്ഷം രൂപയുടെ അലങ്കാരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടാവും, എത്ര ആയിരം അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ തന്നെ ഒരു ആഹാരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, എത്രയോ പേർക്ക് അവിടെ ആഹാരം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും, എന്തിനു നമ്മൾ അത്തരം ആഘോഷങ്ങളിലേക്ക് പോകണം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിവാഹത്തിൻ്റെ ഈ ആർഭാടങ്ങളെക്കുറിച്ചും ഈ സ്ത്രീധനത്തെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്ദേശം എന്ന് പറയുന്ന സത്യനന്ദിക്കാട് ചിത്രത്തിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അത് വളരെ അന്വർത്ഥമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതൊരു കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു ചിത്രം കൂടിയാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. അതിനകത്തൊരു ഡയലോഗുണ്ട്, വലിയ ചടങ്ങുകളൊന്നും വേണ്ട. ശ്രീനിവാസൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തുള്ള ഒരു ഡയലോഗാണ്, പെണ്ണിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. വലിയ ചടങ്ങുകൾ, വലിയ ആർഭാടമൊന്നും വേണ്ട, പാർട്ടി ഓഫീസിൽ ചെല്ലുക, ഒരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും, ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും, തുടർന്ന് എല്ലാവരും ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം, കഴിഞ്ഞു. ഇത് മതി. സത്യത്തിൽ ഇത്രയും പോരെ നമ്മുടെയൊക്കെ കല്യാണം? നമുക്ക് അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് കല്യാണമാണ് എന്ന് അറിയിക്കേണ്ട കുറച്ച് ബന്ധുക്കൾ, കുറച്ച് കുടുംബക്കാർ, അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾ, കുറച്ച് അയൽപക്കക്കാർ, എല്ലാം കൂടി 100 പേരടങ്ങുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കല്യാണങ്ങൾ നടത്തിയില്ലേ? നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കല്യാണം നടത്തിയില്ലേ? എത്ര ആർഭാടം ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന്? അപ്പോൾ കല്യാണം എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവത്തെ, അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ ചില ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന്. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് നടത്തിക്കൂടെ? ശരിക്കും നമ്മുടെയൊക്കെ വിവാഹം ഇപ്പോൾ നടക്കുന്നത് സ്ത്രീധനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സ്ത്രീധന പീഡനത്തിൻ്റെയും സ്ത്രീധനം ചോദിക്കുന്നതിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ ഇപ്പോൾ കല്യാണം നടക്കുന്നത് ശരിക്കും സ്വർഗത്തിലൊന്നുമല്ല, നരകത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനിയും വരുന്ന തലമുറയെങ്കിലും വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കണം. സ്ത്രീധനം വേണ്ട എന്നൊരു നിലപാട് ആർജവത്തോടെ എടുക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം. അത് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്.